നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഒന്നുപോലെ വിശ്വസിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഈ വിശ്വാസത്തിൽ പാശ്ചാത്യരെന്നോ പൗരസ്ത്യരെന്നോ ഒരു വ്യത്യാസവുമില്ല. ഇതിൽ ജാതിമത വർണ്ണ വ്യത്യാസമില്ല. എല്ലാവരും ഒന്നുപോലെ വിശ്വസിച്ചു പോരുന്ന ഒരു ജ്യോതിഷ സത്യമുണ്ട്. നമുക്കറിയാം, ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണെന്ന്. ജ്യോതിഷത്തിൽ ഈ ഓരോ മണിക്കൂറിനും ഓരോ അധിപഗ്രഹമുണ്ട്. ആഴ്ച തുടങ്ങുന്നത് ഞായറാഴ്ച മുതലാണല്ലോ. ഞായറാഴ്ച സൂര്യോദയം മുതൽ 1 മണിക്കൂറിൻ്റെ അധിപൻ സൂര്യനാണ്. ഈ 1 മണിക്കൂറിനെ സൂര്യകാലഹോര എന്ന് പറയും. അതിനാലാണ് അന്നത്തെ ദിവസത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത്. ഞായർ എന്ന് പറയുന്നത് സൂര്യനെയാണ്. പാശ്ചാത്യർ സണ്ണിൻ്റെ ദിവസമായ സൺഡേ എന്ന് പറയുന്നു. അടുത്ത ദിവസം സൂര്യോദയം മുതൽ 1 മണിക്കൂർ സമയം ചന്ദ്രൻ്റെ കാലഹോരയായിരിക്കും. അതിനാൽ ആ ദിവസത്തെ തിങ്കളാഴ്ച അഥവാ ചന്ദ്രൻ്റെ ആഴ്ച എന്ന് പറയുന്നു. പാശ്ചാത്യർ ഈ ദിവസത്തെ മൂണിൻ്റെ ദിവസമായ മൺഡേ എന്ന് പറയുന്നു. ഇതേപോലെ മറ്റ് ആഴ്ചകളെയും ഓരോ ഗ്രഹത്തിൻ്റെയും പേരിലാണ് അറിയപ്പെടുന്നത്. രാഹുകേതുക്കൾ നിഴൽഗ്രഹങ്ങളായത് കാരണം അവർക്ക് ഈ ആഴ്ചകളുടെ പേര് നിർണ്ണയിക്കുന്നതിൽ സ്ഥാനമില്ല. സപ്തഗ്രഹങ്ങളായ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി അഥവാ ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളുടെ പേരിലാണ് ഓരോ ആഴ്ചയും തുടങ്ങുന്നത്. പാശ്ചാത്യരും ഈ ഓരോ ഗ്രഹങ്ങളുടെയും പേരിലാണ് ഓരോ ആഴ്ചകളുടെയും പേരിട്ടിരിക്കുന്നത്. അതിനാൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും പാശ്ചാത്യരും പൗരസ്ത്യരും എല്ലാം ഈ ഗ്രഹങ്ങളുടെ പേരുകൾ അറിഞ്ഞോ അറിയാതെയോ നിത്യവും ഉച്ചരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇന്ന് 27 നക്ഷത്രക്കാരുടെയും പ്രത്യേക കഴിവുകളും സ്വഭാവങ്ങളും സൗഭാഗ്യങ്ങളും ജനിച്ച ആഴ്ചയെ അടിസ്ഥാനമാക്കി വളരെ കൃത്യതയോടുകൂടി പറയാം. ഓരോ ആഴ്ചയും ഓരോ ഗ്രഹങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ആഴ്ച എന്നാണ് അർത്ഥം. ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യനെ കുറിക്കുന്ന പദമാണ്. ഞായർവേല അഥവാ ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരു നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ തിങ്കളിൻ്റെ അഥവാ ചന്ദ്രൻ്റെ ആഴ്ചയാണ്. ചൊവ്വയുടെ ആഴ്ച ചൊവ്വാഴ്ചയും ബുധൻ്റേത് ബുധനാഴ്ചയും വ്യാഴത്തിൻ്റേത് വ്യാഴാഴ്ചയുമാകുന്നു. ഗ്രഹങ്ങളിൽ വെച്ച് ശോഭ കൊണ്ട് ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. പഴമക്കാർ ഇതിനെ വെള്ളി നക്ഷത്രമെന്ന് വിളിച്ചു പോന്നു. അങ്ങനെയാണ് ശുക്രൻ്റെ ആഴ്ചയ്ക്ക് വെള്ളിയാഴ്ച എന്ന പേര് വന്നത്. ശനിയാഴ്ച ശനിഗ്രഹത്തിൻ്റെ ആഴ്ചയാണ്. ഈ ഓരോ ആഴ്ചകളിലും ജനിച്ചവർക്ക് ആ ആഴ്ചയുടെ അധിപഗ്രഹത്തിൻ്റെ സ്വാധീനമുണ്ട്. ഓരോ ആഴ്ചയിലും ജനിച്ച 27 നക്ഷത്രക്കാരുടെയും സ്വഭാവ സവിശേഷതകളിലും കഴിവുകളിലും മറ്റും അതാത് ആഴ്ചയുടെ അധിപഗ്രഹത്തിൻ്റെ സ്വാധീനം എങ്ങനെയാണുള്ളതെന്ന് നോക്കാം. അവരവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ വിലയിരുത്തുകയും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ശുഭ പാപന്മാരുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഫലങ്ങൾ പറയുന്നത്. ഒന്നാമതായി, ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭനായ വ്യാഴത്തിൻ്റെ ആഴ്ചയായ വ്യാഴാഴ്ച ദിവസം ജനിച്ചവരുടെ പ്രത്യേക ഫലങ്ങൾ പറയാം. വ്യാഴാഴ്ച ദിവസം ജനിക്കുന്നവർ ദൈവവിശ്വാസികളും ധാർമ്മികമായ ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരും ആയിരിക്കും. പുരുഷന്മാരാണെങ്കിൽ നല്ല ഭാര്യയെയും സ്ത്രീകളാണെങ്കിൽ നല്ല ഭർത്താവിനെയും ലഭിക്കുന്നവരായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം ശ്രേഷ്ഠവും സന്തുഷ്ടവും ആയിരിക്കും. ഇവർക്ക് സന്താനയോഗം ഉണ്ടായിരിക്കും. ഇവരുടെ സന്താനങ്ങൾ നല്ല നിലയിൽ എത്തിച്ചേരുന്നവരായിരിക്കും. ഇവർ ഏതെങ്കിലും രീതിയിൽ കീർത്തി നേടുന്നവരും ശ്രേഷ്ഠതയോടുകൂടിയവരും ആയിരിക്കും. രണ്ടാമതായി, വ്യാഴം കഴിഞ്ഞാൽ ഏറ്റവും ശുഭനായ ഗ്രഹം വെള്ളി നക്ഷത്രമായ ശുക്രൻ്റേതാണ്. വെള്ളിയാഴ്ച ജനിക്കുന്നവർ കാഴ്ചയിൽ സുന്ദരന്മാരും സുന്ദരിമാരുമായിരിക്കും. കാമശീലം ഇവരിൽ അല്പം കൂടുതലായിരിക്കും. ഇവർ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ എത്തിച്ചേരും. ധാരാളം കൃഷിസ്ഥലങ്ങളും നാൽക്കാലി സമ്പത്തുകളും ഇവർക്കുണ്ടായിരിക്കും. വളരെ ആകർഷണീയമായ വിധത്തിൽ വസ്ത്രധാരണം ചെയ്യുന്നവരായിരിക്കും ഇവർ. സുഗന്ധദ്രവ്യങ്ങളിലും വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും ആകൃഷ്ടരായിരിക്കും ഇവർ. ഈ ആഴ്ചയിൽ ജനിച്ച പുരുഷന്മാരെ സ്ത്രീകളും സ്ത്രീകളെ പുരുഷന്മാരും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. മറ്റുള്ളവരോട് സരസമായി സംസാരിക്കുന്നതിൽ ഇവർ വിദഗ്ധരായിരിക്കും. മൂന്നാമതായി, ബുധനാഴ്ച ജനിച്ചവരെ നോക്കാം. ബുധൻ ശുഭഗ്രഹമാണെങ്കിലും ജാതകത്തിൽ പാപഗ്രഹങ്ങളോട് യോഗം ചെയ്തു നിന്നാൽ പാപനായിത്തീർന്ന ഗ്രഹമാണ്. അതിനാൽ ജാതകത്തിൽ ബുധൻ ഒറ്റയ്ക്കോ ശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്തോ ശുഭക്ഷേത്രങ്ങളിൽ നിന്നാൽ ഇനി പറയുന്ന ബുധനെ കൊണ്ടുള്ള ആഴ്ചഫലങ്ങളിൽ കൂടുതൽ തെളിമയുണ്ടായിരിക്കും.
ബുധനാഴ്ച ദിവസം ജനിക്കുന്നവർക്ക് ബുദ്ധിയും സാമർഥ്യവും കൂടിയിരിക്കും. ഇവർ മികച്ച രീതിയിൽ വിദ്യാഭ്യാസം നേടുന്നവരായിരിക്കും. ഇവർ ശാസ്ത്രജ്ഞാനികളും ജീവിതത്തെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് നയിക്കുന്നവരുമായിരിക്കും. കണക്ക്, സാഹിത്യം, വാഗ്മിത്വം എന്നിവയിൽ ഇവർ മുന്നിട്ട് നിൽക്കും. ഇവർ കാഴ്ചയിൽ സുന്ദരന്മാരും സുന്ദരിമാരുമായിരിക്കും. സജ്ജനങ്ങളെ ബഹുമാനിക്കുന്നവരായിരിക്കും ഇവർ. എപ്പോഴും സ്വതന്ത്ര ചിന്താഗതിക്കാരും സ്വാതന്ത്ര്യം കാക്ഷിക്കുന്നവരുമായിരിക്കും ഇവർ. ഒരു കാര്യത്തിലും മറ്റുള്ളവരുടെ ഇടപെടൽ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. അന്ധവിശ്വാസം ഇവരിൽ കുറവായിരിക്കും. യുക്തിസഹമായി മാത്രമേ ഇവർ കാര്യങ്ങളെ നോക്കിക്കാണുകയുള്ളൂ. ബുധന് പാപത്ത് വന്നു ഭവിച്ചാൽ ഈ ഫലങ്ങളിൽ കുറവ് വരും. നാലാമതായി തിങ്കളാഴ്ച ദിവസം ജനിച്ചവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണല്ലോ. ചന്ദ്രന് നല്ല പക്ഷബലവും ഷഡ്വർഗബലവും ഉണ്ടെങ്കിൽ ഇനി പറയുന്ന ഫലങ്ങൾ കൂടുതൽ ശക്തമായി അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് പൗർണമി ദിവസമോ അതിന് തൊട്ടു മുമ്പോ പിമ്പോ ജനിച്ചവരാണെങ്കിൽ ഈ ഫലങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. നല്ല പ്രസന്നമായ മുഖത്തോടു കൂടിയവരായിരിക്കും ഇവർ. പൗർണമി ദിവസം ജനിക്കുകയും ചന്ദ്രന് ഷഡ്വർഗബലം കൂടി ഉണ്ടായിരിക്കുകയും ചെയ്താൽ ഇവർ വട്ടമുഖമുള്ളവരും എപ്പോഴും ചിരി തൂകുന്നവരും ആയിരിക്കും. ഇത് പലരിലും നിരീക്ഷിച്ചു നോക്കി വളരെ കൃത്യമാണെന്ന് കണ്ടിട്ടുള്ള വസ്തുതയാണ്. ചന്ദ്രന് ബലം കൂടുന്തോറും ചന്ദ്രനെ പോലെ മുഖത്തെ കാന്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും. നല്ല ആകർഷകത്വമുള്ള വ്യക്തിത്വമായിരിക്കും ഇവരുടേത്. വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്നവരായിരിക്കും ഇവർ. വളരെ അളന്നു തൂക്കി മാത്രമേ ഇവർ മറ്റുള്ളവരോട് സംസാരിക്കുകയുള്ളൂ. എന്നാൽ കോപം വന്നാൽ ഈ നിയന്ത്രണങ്ങളൊക്കെ കൈവിടും. പിന്നെ എന്താണ് പറയുന്നതെന്ന് ഇവർക്ക് തന്നെ നിശ്ചയമുണ്ടാവുകയില്ല. പ്രത്യേകിച്ചും ചന്ദ്രന് ബലക്കുറവുണ്ടെങ്കിൽ ഇവർ നല്ല ഹൃദയശുദ്ധിയുള്ളവരായിരിക്കും. ഇനി പറയുവാൻ പോകുന്നത് പാപഗ്രഹങ്ങളുടെ ആഴ്ചയിൽ ജനിച്ചവരെക്കുറിച്ചാണ്. ഇവരിൽ ആദ്യമായി ചൊവ്വയുടെ ആഴ്ചയായ ചൊവ്വാഴ്ച ദിവസം ജനിച്ചവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചൊവ്വാഴ്ച ദിവസം ജനിക്കുന്നവർ മറ്റുള്ളവരോട് വളരെ പ്രിയകരമായി സംസാരിക്കുന്നവരായിരിക്കുമെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നാൽ പൊട്ടിത്തെറിക്കുന്ന കൂട്ടത്തിലായിരിക്കും. എന്നാൽ ഇവർ പെട്ടെന്ന് തന്നെ ശാന്തചിത്തരും ആയിത്തീരും. നല്ല വാക്കുകളിൽ കൂടി മാത്രമേ ഇവരെ വശത്താക്കുവാൻ കഴിയുകയുള്ളൂ. പൊതുവെ ഇവർ കോപിഷ്ഠരായിരിക്കും. മനസ്സിന് ഇഷ്ടപ്പെടാതെ വന്നാൽ മറ്റുള്ളവരോട് ഇവർ അല്പം ക്രൂരമായി പെരുമാറിയെന്ന് വരാം. ആ സമയം ഇവർക്ക് വീണ്ടുവിചാരം കാര്യമായി ഉണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് അതോർത്ത് ഇവർ പശ്ചാത്തപിക്കുകയും ചെയ്യും. സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇവർ പിന്നോട്ടല്ല. ഏത് കാര്യത്തിലും നല്ല ഉറച്ച ധൈര്യത്തോടും ചുറുചുറുക്കോടും കൂടി മുന്നേറും. പരാജയങ്ങളിൽ ഇവർ പിന്മാറുകയില്ല. ചിലപ്പോഴൊക്കെ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ പെട്ടെന്ന് ഉപേക്ഷിച്ചെന്ന് വരാം. ബന്ധുജനങ്ങളുമായി പലപ്പോഴും ഭിന്നിപ്പ് നേരിടേണ്ടി വന്നേക്കാം. രണ്ടാമതായി മറ്റൊരു പാപഗ്രഹമായ ശനിയുടെ ആഴ്ചയായ ശനിയാഴ്ച ദിവസം ജനിച്ചവരുടെ ഫലങ്ങൾ നോക്കാം. ഇവർ കൂട്ടുകുടുംബത്തിൽ താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. സ്വതന്ത്രമായി ജോലി ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ. വ്യാപാര വ്യവസായങ്ങളെക്കാൾ കൂടുതൽ ഇവർക്ക് വഴങ്ങുന്നത് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതായിരിക്കും. ഇവരിൽ പലരും പൊതുവെ വലിയ വണ്ണമില്ലാത്ത ശരീരപ്രകൃതിക്കാർ ആയിരിക്കും. കായികാധ്വാനം കൂടുതലായി വേണ്ടിവരുന്ന ജോലികൾ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. നേരെ മറിച്ച് ഒരിടത്തിരുന്ന് സാവകാശത്തിൽ ചെയ്യുന്ന ജോലിയായിരിക്കും ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ ഇവർ സമർത്ഥരായിരിക്കും. സാവധാനത്തിൽ ഇവർ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരും. മൂന്നാമതായി പാപന്മാരിൽ വെച്ച് ഏറ്റവും പാപത്വം കുറഞ്ഞ സൂര്യൻ്റെ ആഴ്ചയായ ഞായറാഴ്ച ദിവസം ജനിച്ചവരുടെ പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞായറാഴ്ച ദിവസം ജനിച്ചവർ ആത്മശുദ്ധിയുള്ളവരും മറ്റുള്ളവരെ ചതിക്കാനോ ദ്രോഹിക്കാനോ ഇഷ്ടപ്പെടാത്തവരും ആയിരിക്കും. മറ്റുള്ളവരുടെ തട്ടിപ്പുകളിൽ അകപ്പെടാത്തവരായിരിക്കും ഇവർ. പൊതുവെ ഇവർ മറ്റുള്ളവരുടെ ആഗമനോദ്ദേശം കാലേ കൂട്ടി മനസ്സിലാക്കുന്നവരും അതിനനുസരിച്ച് ബുദ്ധിപൂർവ്വം പെരുമാറുന്ന കൂട്ടത്തിലുള്ളവരും ആയിരിക്കും. ധനം ആർജിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കും ഇവർ. ഏത് കാര്യത്തിലായാലും അതിൽ നിന്നും എങ്ങനെ ലാഭം നേടിയെടുക്കാം എന്ന് കണ്ടെത്തുന്നതിൽ സമർത്ഥരായിരിക്കും ഇവർ. ഏത് കാര്യവും ഇവർ പെട്ടെന്ന് പഠിച്ചെടുക്കും. ഏത് കാര്യത്തിലും പൊതുജ്ഞാനം ഉള്ളവരായിരിക്കും ഇവർ. തങ്ങളുടെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കിട്ടുന്നവരായിരിക്കും ഇവർ. പൊതുവെ സന്തുഷ്ടമായ കുടുംബജീവിതമായിരിക്കും ഇവരുടേത്. ഇവിടെ ആഴ്ച കണക്കാക്കേണ്ടത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം അല്ല. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം രാത്രി 12 മണി കഴിയുമ്പോൾ ആഴ്ചയും തീയതിയും മാറും. എന്നാൽ മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ആഴ്ച കണക്കാക്കേണ്ടത് സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയാണ്. അതായത് വ്യാഴാഴ്ചത്തെ സൂര്യോദയം മുതൽ വെള്ളിയാഴ്ചത്തെ സൂര്യോദയം വരെ
വ്യാഴാഴ്ചയായിരിക്കും. അതുപോലെ മറ്റുള്ള ആഴ്ചകളും കണക്കാക്കിക്കൊള്ളണം. ഇതിൽ പറഞ്ഞ ആഴ്ചഫലങ്ങൾ പകൽ സമയങ്ങളിൽ ജനിക്കുന്നവർക്കായിരിക്കും കൂടുതലായി അനുഭവത്തിൽ വരുന്നത്. ഓരോ ദിവസത്തെയും അതാത് ആഴ്ചയുടെ അധിപഗ്രഹത്തിൻ്റെ കാലഹോരയിൽ, അതായത് അന്നത്തെ സൂര്യോദയം മുതൽ 1 മണിക്കൂറിനകം ജനിക്കുന്നവർക്ക് ഈ ആഴ്ചഫലം കൂടുതലായി അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ ഓരോ ആഴ്ചയുടെയും അധിപഗ്രഹങ്ങൾക്ക്, അതായത് വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴത്തിനും വെള്ളിയാഴ്ചയാണെങ്കിൽ ശുക്രനും എന്നിങ്ങനെയുള്ള ആഴ്ചയുടെ അധിപഗ്രഹങ്ങൾക്ക് ജാതകത്തിൽ നല്ല ഷഡ്വർഗബലമുണ്ടെങ്കിലും മറ്റ് പാപന്മാരുടെ യോഗദൃഷ്ട്യാദികളും മൗഢ്യവും ഇല്ലെങ്കിലും ഈ ആഴ്ചഫലങ്ങൾ ഗണ്യമായി അനുഭവത്തിൽ വരും. സൂര്യനും ചന്ദ്രനും മൗഢ്യമില്ല. സൂര്യനോടുകൂടി ഗ്രഹങ്ങൾ അടുത്തു നിൽക്കുമ്പോഴാണ് പഞ്ചഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ടാകുന്നത്. ചന്ദ്രന് മൗഢ്യമില്ലെങ്കിലും സൂര്യനോട് അടുക്കുംതോറും ചന്ദ്രൻ്റെ പക്ഷബലം കുറയുകയും പാപബലം വർദ്ധിക്കുകയും ചെയ്യും. അമാവാസി ദിവസം ചന്ദ്രൻ തീരെ ബലഹീനനാണെങ്കിലും ചന്ദ്രൻ്റെ ഷഡ്വർഗബലവും കൂടി നോക്കണം. ഗ്രഹങ്ങളുടെ ബലം കുറയുന്നതനുസരിച്ച് ഫലങ്ങളിലും കുറവ് വരും. സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിന് ശേഷം ജനിക്കുന്നവരുടെ ഫലങ്ങളിൽ ആനുപാതികമായി കുറവ് വരും. രാത്രിയിലാണ് ജനനമെങ്കിൽ ഭാഗികമായ ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരികയുള്ളൂ. അപ്പോൾ പ്രിയ പ്രേക്ഷകർ, അവരവർ ജനിച്ച ആഴ്ചയുമായി ഈ ഫലങ്ങൾ എത്രമാത്രം ശരിയായി വരുന്നുവെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.